റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏത് ബുക്കിലാണ് വായിച്ചതെന്ന് ഓർക്കുന്നില്ല, പക്ഷെ അതിൽ പ്രോപ്പർ സന്ദർഭം ഉണ്ടായിരുന്നു, അതിൻ്റെ ഡേറ്റും ടൈം ലൈനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യുദ്ധം, ഒരു രണ്ട് രാജ്യം തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു പൈലറ്റ്, ആ ഫൈറ്റർ ജെറ്റിൻ്റെ പൈലറ്റ് അദ്ദേഹം ഒരുപാട് പീസ് ലവിങ് ആയിരുന്നു, സമാധാനത്തിൻ്റെ പക്ഷത്തിലുള്ള ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗുരുവിടെ എടുത്ത് പോയിട്ട് ചോദിച്ചു, എനിക്ക് ഈ യുദ്ധമായിട്ട് യോജിപ്പില്ല, എനിക്ക് യുദ്ധത്തിൽ വിശ്വാസമില്ല, പക്ഷെ രാജ്യത്തിന് വേണ്ടി ഈ യുദ്ധത്തിൽ ഈ ആർമിയിൽ എൻ്റെ പേര് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ വിശ്വസിക്കുന്ന ആ മൂല്യങ്ങളെ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾസിനെ ഫോളോ ചെയ്യണം. അതേ രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ എൻ്റെ ആർമിയിൽ എൻ്റെ പേര് എൻലിസ്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ചോദ്യം ചോദിക്കും. അപ്പോൾ ആ ഗുരു ഇദ്ദേഹത്തോട് പറയും, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് സാധൂകരിക്കാൻ കഴിയും എന്ന് പറയും. അത്രയും മാത്രം പറയും, നിങ്ങൾ യുദ്ധത്തിൽ പോയിട്ട് വരണം എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം ഫൈറ്റർ ജെറ്റിൻ്റെ പൈലറ്റാണ്, ഇദ്ദേഹം പോവും, ഡ്യൂട്ടിക്ക് പോവും. ആ പോകുമ്പോൾ ഈ പറയുന്ന എതിർ രാജ്യത്തിൻ്റെ അതിർത്തി ക്രോസ് ചെയ്ത് പോയി അവിടെ പോകുമ്പോൾ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റിലൊരു ടെക്നിക്കൽ സ്നാഗ് ഉണ്ടാവും. ആ ടെക്നിക്കൽ സ്നാഗ് ആയിട്ട് ഇദ്ദേഹം ഒരു പാരഷൂട്ടിൽ നിന്ന് ചാടി അപ്പുറത്തേക്കാണ് ആ ഇത് ശത്രു രാജ്യത്തിൽ പാരഷൂട്ടായിട്ട് ലാൻഡ് ചെയ്യും. അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു വിജനമായ സ്ഥലമാണ്, ഒരു വീട് കാണും. ആ വീട്ടിൽ അദ്ദേഹം പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീ ഇവർ ഒബ്വിയസ്ലി കുറച്ച് ഇഞ്ചുറി ഒക്കെ ആയിട്ടുണ്ട്, കാരണം ഈ സ്നാഗ് കാരണം ഫൈറ്റർ ജെറ്റിലൊരു ഫയറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീനെ കാണുമ്പോൾ ഇദ്ദേഹം ശരണം ചോദിക്കും. എന്നിട്ട് അവിടെ ആ ലേഡി അവർക്ക് വെള്ളം കൊടുക്കും, കെയർ ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് നാളെടുക്കും അതിന് ഹെൽത്തി ആയിട്ട് ശരിയാവാൻ. അപ്പോൾ കുറച്ച് കഴിയുമ്പം അപ്പോഴത്തേക്കും യുദ്ധം കഴിഞ്ഞു തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ ഇദ്ദേഹം ഈ സ്ത്രീയോട് ചോദിക്കും, ഞാൻ ശത്രു രാജ്യത്തിൻ്റെ ആണെന്ന് മനസ്സിലായായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആ മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് എന്നെ മിലിറ്ററി പോലീസിൽ അറിയിച്ചില്ല? ശത്രു രാജ്യത്തിൻ്റെ ആളിനെ കിട്ടിയ അവരെ പ്രിസണർ ഓഫ് വാർ ആക്കും. പ്രിസണർ ഓഫ് വാറിന് പിന്നെ പ്രത്യേകം ട്രയലൊക്കെയാണ്. അവർ ക്യാപ്ചർ ചെയ്യും, ടോർച്ചർ ചെയ്യും, അതിൻ്റെ സീക്രട്സ് എല്ലാം ചോദിക്കും, ശത്രു രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പം എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആ അമ്മ പറയാണ്, ഒരു അമ്മ ആയതുകൊണ്ട് മറ്റൊരു അമ്മയുടെ മകനെ അവർ നഷ്ടപ്പെടാൻ വേണ്ടി ഞാനൊരു നിമിത്തമാവാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ മിലിറ്ററി പോലീസിൽ ഏൽപ്പിക്കാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ ഈ അമ്മ പറയുന്നത്, മറ്റ് രാജ്യത്തിലെ ആയാലും ഞാനൊരു രാജ്യസ്നേഹിയാണ്, തികച്ചും ഒരു രാജ്യസ്നേഹിയാണ്. പക്ഷെ അതിലും ഉപരിയാണ് എനിക്ക് സ്ത്രീകളോടുള്ള മാതൃത്വത്തിനോടുള്ള എൻ്റെ കടപ്പാട് അല്ലെങ്കിൽ എൻ്റെ ലോയൽറ്റി. അപ്പോൾ അവർ പറയുന്നത്, ഈ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ ഒരുപാട് ഈ പറയുന്ന ഇത് കേട്ടപ്പോഴത്തേക്കും ആ സൈനികൻ്റെ കണ്ണു നിറഞ്ഞു. അയാൾ പറഞ്ഞു, അമ്മമാർ അധികാര സ്ഥാനത്തിൽ എത്തുകയാണെങ്കിൽ അധികാരത്തിൻ്റെയും രാജ്യ അതിർത്തികളുടെ വിപുലീകരണത്തിൻ്റെയും പേരിൽ നടക്കുന്ന ഈ ലോക യുദ്ധങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമായിരിക്കും, സമാധാനവും ശാന്തിയും പുലർത്താൻ കഴിയുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് നേഷൻസിൽ 192 രാജ്യങ്ങളുണ്ട്. അതുകൂടാതെ ഒരു 60ഓളം രാജ്യങ്ങൾ രാജ്യമാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിലാണ്, ഒരു കൺട്രി ആയിട്ട് എല്ലാവരും അംഗീകരിക്കാനുള്ള സ്ട്രഗിൾ തന്നെയാണ്. അവർക്ക് ഒരുപാട് അതിർത്തി തർക്കമുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ സമയത്ത്
മുഴുവൻ ലോകത്തിൽ 140-ലധികം സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ അതിർത്തി തർക്കമായിട്ടും അല്ലെങ്കിൽ യുദ്ധങ്ങളായിട്ടും ഒരു വർഷം 1000-ൽ മേലെ ആൾക്കാർ അവരുടെ ലൈഫ് നഷ്ടപ്പെടുന്നുണ്ട്. ഈ അമ്മമാർക്ക് അത്രയും കുട്ടികളെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കഥയുടെ പ്രസക്തി എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ നമ്മളെല്ലാവരും ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇപ്പം കൊച്ചുങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ അവരെ വളർത്തിയിരിക്കുന്നത് നല്ലോണം പഠിച്ച്, അല്ലെങ്കിൽ പാചകം പഠിച്ചില്ലെങ്കിൽ നല്ല കല്യാണം ആവില്ല, നല്ലോണം പഠിച്ചൊരു ജോലി ആയില്ലെങ്കിൽ നല്ല കല്യാണം ആവില്ല. അങ്ങനെയാണ് നമ്മൾ ഗേൾ ചൈൽഡിനെ അങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കഥയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ വെറുതെ അടുക്കള ജോലി നോക്കാൻ, അല്ലെങ്കിൽ മക്കളെ വളർത്താൻ, അല്ലെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല. ഈ ഒരു പാട്ടുണ്ടല്ലോ അതിന്, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അപ്പോൾ വേറെ എന്തൊക്കെയാവുന്നതാണ് നമ്മൾ ആലോചിക്കണ്ടേ. അപ്പോൾ ഇതേ ഭാര്യ തന്നെയാണ് ചിലപ്പം പണ്ടൊക്കെ 9-10 മക്കളൊക്കെ ഉണ്ടായിരുന്നു അമ്മമാർക്ക്, അല്ലേ? അപ്പോൾ എത്ര വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ 9-10 മക്കൾക്ക് എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഒരാൾക്കും ഒരു പരാതിയില്ലാത്ത രീതിയിൽ ന്യായമായി തുല്യമായി പങ്കുവയ്ക്കാനുള്ള അപാര കഴിവാണ് ആ കഴിവിൻ്റെ ഉടമയാണ് സ്ത്രീകൾ. അത് തന്നെയാണ് രാഷ്ട്രത്തിനെ നയിക്കുമ്പോഴും ഈ കോടി ജനങ്ങൾക്കുള്ള ആ രാഷ്ട്രത്തിൻ്റെ സമ്പത്തിനെ ഒരു വിഭാഗത്തിനെയും പരാതിയില്ലാത്ത രീതിയിൽ ന്യായമായി തുല്യമായി പങ്കുവെച്ച് എല്ലാവർക്കും കൊടുക്കാനും ആ റിസോഴ്സ് അലൊക്കേഷൻ്റെ ഒരു കഴിവ്, അതേപോലെ ഒരു നയത്തിനെ രൂപീകരിക്കാനുള്ള കഴിവ്, വികസനത്തിന് വേണ്ടി അതിൻ്റെ ഭാഗമാവാൻ വേണ്ടി സ്ത്രീകൾക്കും ഒരു ഡിഗ്രിയും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അത് ഒരു നാച്ചുറൽ സ്കിൽ സെറ്റാണ്. അതേപോലെയാണ് നിഷ്പക്ഷത. ഇപ്പം ഇതേ പറഞ്ഞ പോലെ ഒരു പക്ഷഭേദമില്ലാതെ ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെ പരിപാലന കൊടുക്കും. ഒരിക്കലും 3 കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വ്യത്യസ്തമായിട്ട് കാണില്ല, എല്ലാവരെയും ഒരേപോലെ ഒരേ രീതിയിൽ കാണും. അതേപോലെയാണ് ആർബിട്രേഷൻ, അല്ലെങ്കിൽ 2 പേരും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ആ വഴക്ക് തീർക്കാനുള്ള അത് തീർക്കാനുള്ള ഒരു ഇടപെടൽ. അതിലും ഒരിക്കലും മധ്യസ്ഥത ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു പക്ഷഭേദം ഉണ്ടാവില്ല. യുക്തിയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ന്യായത്തിൻ്റെ, അനുകമ്പയുടെ, എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളെല്ലാവരും മോഡലായിട്ട് കാണുന്ന, പലപ്പോഴും എല്ലാവരും അമ്മേനെ തന്നെയാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും റോൾ മോഡലായിട്ട് കാണുന്നത്. അതേപോലെയാണ് പരിചരണം ചെയ്യുന്നതും. ഇപ്പോൾ ഒരു വീട്ടിൽ ജനിച്ച് വളർന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ അതെല്ലാം കൊണ്ടുവരുന്നു ഈ വീട്ടിൽ വന്ന് ഇവിടുത്തെ മൂല്യങ്ങളും കൂട്ടി ഇതെല്ലാം കൂടി ഒരു അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു. അതേപോലെ ഈ കയറി വന്ന ഈ വീട്ടിലെ ആൾക്കാരെയും സ്വന്തമായിട്ട് കാണുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ വാക്കുണ്ടല്ലോ, ഈ ഒരു കഴിവ് എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് അവരെ പരിചരിക്കാനും അവരെ സഹായിക്കാനും അതൊരു വിസ്മയിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. വേറെ ആർക്കും അതില്ലാത്ത ഒരു കാര്യമാണ്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ എപ്പോഴും പറയും നമ്മൾ ക്ഷമ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ് സ്ത്രീകളുടെ. അതേപോലെ ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ജനപ്രതിനിധിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇതെല്ലാം ക്വാളിറ്റീസ് ഉണ്ടോ, അങ്ങനെ ഒരു നല്ല ലീഡർ ആണോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതേ കോടി ആൾക്കാർ ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പം അതിന്
ഒരു പെർസെൻറ്റേജ് ആൾക്കാർ അങ്ങനത്തെ നല്ല ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അവരെ തിരഞ്ഞെടുക്കും. അപ്പോൾ സ്ത്രീകൾ ഇതിൽ നാച്ചുറലി അവരതിൽ ഈ എല്ലാ ക്വാളിറ്റീസിനും ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാർക്ക് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ബാക്കി എല്ലാവർക്കും ഇത് നാച്ചുറലി ഓൾറെഡി ഉള്ളതാണ്. അത് കാരണമാണ് ചിലർ തമാശയ്ക്ക് പറയാറുണ്ട് സ്ത്രീകൾ ഈ തുല്യത ആവശ്യപ്പെടുന്നത് മണ്ടത്തരാണെന്ന്. എന്തുകൊണ്ടാ തുല്യത ആവശ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത്? അപ്പൊ ഇത്രയും ഗുണങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ശ്രേഷ്ഠമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശ്രേഷ്ഠമുള്ള ഒരു സ്ഥാനത്തിലുള്ള ആള് തുല്യത ആവശ്യപ്പെടണം എന്ന് പറയുമ്പോൾ എല്ലാവരും താഴോട്ട് വരണം. അത് തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും അത് ആലോചിച്ച് നോക്കണം. നമ്മൾ എപ്പോഴും തുല്യതാവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആവേശവും അല്ലെങ്കിൽ ഒരു വയലൻസിനുള്ള ഒരു ടെൻഡൻസി, അക്രമശക്തരാവോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ആണിനെ പോലെ ആവേണ്ട ആവശ്യമില്ല. തുല്യത എന്ന് പറയുന്നത് അതല്ല. തുല്യത എന്ന് പറയുന്നത് ഒരിക്കലും അവരെ പോലെ ആവണം എന്നല്ല. തുല്യത എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യസ്തതയെ നിലനിർത്തിയിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങളെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം. അതുകൊണ്ടുള്ള ഗുണങ്ങളെ അവരിൽ പകർത്തി കൊടുക്കാൻ പറ്റണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അധികാരത്തിനുള്ള ഒരു വടം വലിയല്ല. അപ്പോൾ നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട്